Dear students, +1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പാസ്കൽസ് ലോ, സെക്കൻഡ് വൺ ഹൈഡ്രോളിക് മെഷീൻസ് ആൻഡ് തേർഡ് വൺ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത്രയും ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഫ്ലൂയിഡ്സ് ആർ വൺ വിച്ച് ക്യാൻ ഫ്ലോ. ഒഴുകാൻ സാധിക്കുന്ന ഒന്നിനെ ആണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഫ്ലൂയിഡ്സ്. അടുത്ത ടോപ്പിക് പ്രഷർ. Pressure is the ratio of normal force to area. ഒരു സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യണ ഫോഴ്സ്, യൂണിറ്റ് ഏരിയയിൽ ആ ഫോഴ്സ് എത്ര ആക്ട് ചെയ്യും അതിൻ്റെ മെഷറിനെ ആണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ ഇക്വേഷൻ P = F/A. പ്രഷർ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പ്രഷറിൻ്റെ ഡയമെൻഷൻ m L⁻⁻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 ⁻
meter square or Pascal. Then density. Density is ratio of mass to volume. നമുക്കറിയാം മാസ് ബൈ വോള്യത്തിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് and its dimension is ml raised to -3. അടുത്ത ടോപ്പിക് Pascal's law. Pascal's law states that whenever external pressure is applied on any part of fluid contained in a vessel, it is transmitted undiminished and equally in all directions. ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ, ഏത് ഭാഗത്ത് പ്രഷർ കൊടുത്താലും അത് എല്ലാ ഭാഗത്തേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് പാസ്കൽസ് ലോ. ദ പ്രഷർ അപ്ലൈഡ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് വിൽ ട്രാൻസ്മിറ്റ് ഈക്വലി ത്രൂ ഔട്ട് ദ ഫ്ലൂയിഡ്സ്. ഒരു വാട്ടർ ബലൂൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വാട്ടർ ബലൂണിൽ ഏത് ഭാഗത്തുണ്ടാവുന്ന പ്രഷറും എല്ലാ ഭാഗത്തേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യും. സ്ക്രീനിൽ നോക്കൂ. ദെൻ നെക്സ്റ്റ് വൺ, ഹൈഡ്രോളിക് മെഷീൻസ്. പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. F1 എന്നുള്ള ഫോഴ്സ് ചെറിയ ഏരിയയിൽ ആക്ട് ചെയ്യാണ്. ആ ഏരിയ A1. ആ ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രഷറാണ് P. സോ നമുക്ക് എഴുതാം P = F1/A1. ദെൻ ഇതേ പ്രഷർ തന്നെയാണ് A2 എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. A2 എന്ന് പറയുന്നത് വലിയ ഏരിയയാണ്. സോ F2 എന്ന് പറഞ്ഞാൽ P × A2 എന്ന് വരും. കാരണം ഫോഴ്സ് ഈസ് പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ A1ലും A2ലും സെയിം ആണ്. സോ പ്രഷറിൻ്റെ ഇക്വേഷൻ F1/A1. അപ്പോൾ നമുക്ക് എഴുതാം F2 = F1 × A2 / A1. A2/A1 എന്നുള്ള ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സർവീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാറൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിയതിന് ശേഷം ചെറിയ ഒരു ലിവർ നീക്കുമ്പോൾ തന്നെ ആ കാറ് ഈസിയായി മുകളിലേക്ക് പൊങ്ങും. സോ ചെറിയ ഏരിയയിൽ കൊടുക്കണ ഒരു ചെറിയ ഫോഴ്സ് വലിയ ഏരിയയിൽ എത്തുമ്പോൾ അതൊരു വലിയ ഫോഴ്സായിട്ട് മാറുകയാണ്. ഇതുപോലെ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ നമുക്കറിയാം. ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലെങ്കിൽ പവർ ബ്രേക്കും പവർ സ്റ്റിയറിംഗ് ഒക്കെ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻസ് ആണ്. അടുത്ത ക്വാണ്ടിറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ്. ആ പൈപ്പിലൂടെ ഒരു ലിക്വിഡ് ഒഴുകി പോവാണ്. യൂണിറ്റ് ടൈമിൽ A1 എന്നുള്ള ഏരിയയിൽ എൻറ്റർ ചെയ്യണ മാസും യൂണിറ്റ് ടൈമിൽ A2 എന്നുള്ള ഏരിയയിൽ നിന്ന് ലീവ് ചെയ്യണ മാസും
സെയിം ആയിരിക്കും. 100% ഉറപ്പല്ലേ A1 എന്നുള്ള ഏരിയയിലൂടെ യൂണിറ്റ് ടൈമിൽ എൻ്റർ ചെയ്യണം മാസ് നിർബന്ധമായും യൂണിറ്റ് ടൈമിൽ A2വിൽ നിന്ന് ലീവ് ചെയ്തിരിക്കണം. കാരണം ആ പൈപ്പിന് ലിക്വിഡിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സ്വാഭാവികമായും അതിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. അതിന് മുന്നേ ആ ടേബിൾ നോക്കൂ. അറ്റ് ദ എൻഡ് A, velocity of liquid entering is V1, area of cross section is A1, density is ρ1. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും ഡെൻസിറ്റി സെയിം ആണ് ലിക്വിഡിൻ്റെ, അപ്പോൾ നമുക്കതിനെ റോ എന്ന് വിളിക്കാം. At the end B, velocity of fluid leaving is V2, area of cross section is A2 and density is ρ2. ഇനി യൂണിറ്റ് ടൈമിൽ എൻ്റർ ചെയ്യണ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി നമ്മൾ കാണുകയാണ് വോള്യൂം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് അറ്റ് ദ പോയിന്റ് എ ഈസ് A1 V1 ഡെൽറ്റ ടി. ദെൻ യൂണിറ്റ് ടൈമിൽ എൻ്റർ ചെയ്യണ വോള്യൂം, ടോട്ടൽ വോള്യൂം എൻ്ററിങ് ഇൻ എ ടൈം ഡെൽറ്റ ടി ആണ് A1 V1 ഡെൽറ്റ ടി. അതേപോലെ ലീവ് ചെയ്യണ എമൗണ്ട് ആണ് A2 V2 ഡെൽറ്റ ടി. യൂണിറ്റ് ടൈമിൽ വരുമ്പോൾ ഇറ്റ് ഈസ് A1 V1. കാരണം A1 V1 ഡെൽറ്റ ടി എന്നുള്ളതിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വി വിൽ ഗെറ്റ് A1 V1. Then mass of the fluid entering per second or in unit time, it is A1 V1 rho or A1 V1 rho1. ഇതേപോലെ mass of the liquid leaving in unit time is A2 V2 rho2 അല്ലെങ്കിൽ A2 V2 rho. ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ A1 V1 rho ഈക്വൽ ടു A2 V2 rho. റോ ക്യാൻസൽ ആയി പോവും. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടും A1 V1 ഈക്വൽ ടു A2 V2. or simply area into velocity equal to a constant. ചെടി നനയ്ക്കാൻ നമ്മൾ പൈപ്പിൽ നിന്നും വെള്ളം എടുക്കുമ്പോൾ കുറച്ച് ദൂരെയുള്ള ചെടി നനയ്ക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറ് പൈപ്പിൻ്റെ ഒരു ഭാഗം കൈകൊണ്ട് മറയ്ക്കുമ്പോൾ നമുക്കറിയാം ആ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടി വരും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ദെൻ ദ നെക്സ്റ്റ് topic is Bernoulli's principle. It states that total energy of an incompressible non-viscous fluid in steady flow through a pipe remains constant throughout the flow, provided there is no source or sink of the fluid along the length of the pipe. Law of conservation of energy യുടെ equivalent quantity ആണ് Bernoulli's theorem. Energy per unit mass of the fluids equal to P by rho plus GH plus half V square equal to a constant. ഇതാണ് Bernoulli's theorem. P by rho എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഹെഡ്. GH എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഹെഡ്. ഹാഫ് V സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഹെഡ്. സോ സം ഓഫ് പ്രഷർ ഹെഡ്, potential head and velocity head of a fluid flow in steady state will be a constant. Bernoulli's theoremത്തിനെ ഇങ്ങനെയും പറയാം. സ്ട്രീം ലൈൻ ഫ്ലോയിൽ മാത്രം ആണ് Bernoulli's theorem അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി Bernoulli's theoremത്തിൻ്റെ പ്രൂഫ് സ്ക്രീനിൽ നോക്കുക. ഒരു നോൺ യൂണിഫോം പൈപ്പ്, അതിൻ്റെ ഏരിയ A1, വെലോസിറ്റി V1, then pressure P1 at one end. അടുത്ത പോയിന്റിൽ ഏരിയ A2, വെലോസിറ്റി V2 ആൻഡ് പ്രഷർ P2. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടുത്തെ H2 ആണ് ഹൈറ്റ് വരുന്നത്. ദെൻ എ എന്ന് പറഞ്ഞ പോയിന്റ് റെഫറൻസ് ലെവലിൽ നിന്നും H1 ഹൈറ്റിലാണ്. പ്രഷർ എനർജി we know A1 V1 rho equal to A2 V2 rho equal to M, or A1 V1 equal to A2 V2
ഈക്വൽ ടു എം ബൈ റോ. A1 V1നെയോ A2 V2നെയോ നമുക്ക് എം ബൈ റോ എന്ന് എഴുതാം. Then P1 and P2 with the values of pressure at ends A and B respectively. A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറിനെ P1 എന്ന് വിളിക്കാം, B എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറിനെ P2 എന്ന് വിളിക്കാം. Then we require change in pressure energy. Pressure into volume, അതാണ് വർക്ക് ഡൺ. സോ വോള്യത്തിന് പകരം നമുക്ക് അവിടെ എടുക്കാൻ പറ്റുക A1 V1 ആണ്. ഓക്കെ, സോ P1 ഇൻറ്റു A1 V1 അല്ലെങ്കിൽ P1 ഇൻറ്റു എം ബൈ റോ. സോ ചേഞ്ച് ഇൻ പ്രഷർ എനർജി മീൻസ് P1 ഇൻറ്റു എം ബൈ റോ മൈനസ് P2 ഇൻറ്റു എം ബൈ റോ, or P1 minus P2 into M divided by rho. അതാണ് ചേഞ്ച് ഇൻ പ്രഷർ എനർജി. ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, mgh ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. സോ ചേഞ്ച് മീൻസ് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് mgh2 മൈനസ് mgh1. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. സോ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഈസ് ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ. സ്ക്രീനിൽ നോക്കൂ. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി, വർക്ക് ഡൺ ബൈ ദ പ്രഷർ എനർജി പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു sum of increase in potential energy per second and the increase in kinetic energy per second. ഒരു PVC പൈപ്പിൻ്റെ രണ്ട് എൻഡുകളിൽ രണ്ട് ബലൂണുകൾ കണക്ട് ചെയ്യാണ്. ഒരു ബലൂൺ എയർ ഫില്ല് ചെയ്തതും രണ്ടാമത്തെ ബലൂൺ കുറച്ച് എയർ ഫില്ല് ചെയ്തതുമായിട്ടുള്ള രണ്ട് ബലൂണുകൾ ഒരു PVC പൈപ്പിൻ്റെ രണ്ട് എൻഡുകളിൽ കണക്ട് ചെയ്തിട്ട് ആ പൈപ്പിലൂടെ എയർ ഫ്ലോ സാധ്യമാക്കിയാൽ നമുക്ക് കാണാം ചെറിയ ബലൂൺ വീണ്ടും ചെറുതാവുകയും വലിയ ബലൂൺ വീണ്ടും വലുതാവുകയും ചെയ്യും. ഒരിക്കലും തിരിച്ച് സംഭവിക്കാറില്ല. അതിൻ്റെ കാരണം സിമ്പിളാണ്. ഏരിയ കൂടുന്തോറും പ്രഷർ കുറയും, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. സോ പ്രഷർ കൂടിയ സ്ഥലത്തു നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് എയർ ഫ്ലോ ഉണ്ടാവുക. ഇതന്നെയാണ് ബെർണോളി തിയറത്തിലും പറയണത്. ചേഞ്ച് ഇൻ പ്രഷർ എനർജി വിൽ ബി ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഓർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആൻഡ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ സെക്കൻഡ്. ദെൻ ചേഞ്ച് ഇൻ പ്രഷർ എനർജി, ഇറ്റ് ഈസ് P1 minus P2 into M by rho. That is equal to change in potential energy mgh2 minus mgh1 plus change in kinetic energy half m v2 square minus half m v1 square. P1 into m by rho minus P2 into m by rho means a bracket in a expand chedu equal to mgh2 minus mgh1 plus half m v2 square minus half m v1 square. ഈ ഇക്വേഷനിലെ 1 എന്നുള്ള നമ്പറുകളെ ഒരു സൈഡിലേക്കും 2 എന്നുള്ള നമ്പറുകൾ അടുത്ത സൈഡിലേക്കും മാറ്റുകയാണ്. അല്ലെങ്കിൽ മൈനസ് വരുന്ന ടേമുകളെ ഈക്വൽ സൈഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും P1 into m by rho plus mgh1 plus half m v1 square equal to P2 into m by rho plus mgh2 plus half m v2 square. ലെഫ്റ്റ് സൈഡിൽ 1കൾ മാത്രം, റൈറ്റ് സൈഡിൽ 2കൾ മാത്രം. എല്ലാ ടേമുകളിൽ നിന്നും m ക്യാൻസൽ ചെയ്യാം. A1 V1 ഈക്വൽ ടു A2 V2 എന്ന് വന്നപ്പോൾ നമ്മൾ എഴുതിയത് AV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം P by rho plus GH plus half V square equal to a constant. P by rho plus GH plus half V square equal to a constant. That is sum of pressure head
potential head and velocity head in a fluid flow or in a fluid flow in streamline will be a constant. ഇതാണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ വന്നിട്ടുള്ളത്. താങ്ക് യു.